ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിങ്ങളോട് മറ്റൊരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലെ നമ്മുടെ ദേശത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത പ്രകൃതമുള്ളവരെ, ആരെയും ഒരു കൂസലുമില്ലാതെ തോന്നിയ വഴിക്ക് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ചിലപ്പോൾ അവർ അലറി വിളിക്കും, ഈ വയലൻ്റ് ആകും, കഞ്ചാവൊക്കെ അടിച്ചതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ചുരുക്കത്തിൽ ഒരു പിശാച് ബാധയുള്ള ആ ഒരു പ്രകൃതത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് ഞാൻ പറയുന്നത്. എന്താണെന്നല്ലേ, ഇതുപോലെ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, ആരെ കൊണ്ട് നിയന്ത്രിക്കാനാകാത്ത, ചങ്ങലകൾ ഇട്ടിട്ട് കെട്ടിപ്പൂട്ടി എന്നിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് അത് പറയുന്നത്. ഈ മനുഷ്യർ ശവക്കല്ലറയുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. സ്വന്തം കുടുംബക്കാർക്ക് ഭാരവും പൊതുജനത്തിന് ഒരു ശല്യവുമായി മാറിയ ഈ ആളുകൾ താമസിക്കുന്നത് ശവക്കല്ലറയുടെ ഇടയിലൊക്കെയാണ്. വീട്ടിലൊന്നും താമസിക്കാൻ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ പലർക്കും ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ചങ്ങലകളിട്ട് പലപ്പോഴും പൂട്ടാറുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇവർക്ക് യാതൊരു നിയന്ത്രണവും വരുത്താൻ ആരെക്കൊണ്ടും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ഈ പട്ടണത്തിലേക്ക് വരുന്നത്. ഗെരസേനയുടെ ദേശത്ത് ആ പട്ടണത്തിലേക്ക് യേശു വരുന്നത്. യേശുവിനെ കാണുന്നതും ആ സമയത്ത്, യേശുവിനെ കണ്ട സമയത്ത് ഈ പിശാച് ബാധിതൻ അല്ലെങ്കിൽ ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ. ഞാൻ ചുരുക്കി പറയുന്നു, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വചനങ്ങൾ ഈ മനുഷ്യനെ മാറ്റം വരുത്തി. ഇദ്ദേഹം സുബോധമുള്ളവനായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മിടുക്കനായിട്ട് ആ കുടുംബക്കാരുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ച് കേൾക്കുക. സ്നേഹമുള്ളവരെ, ആരെക്കൊണ്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില ഭാര്യമാർ ചില കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചില ഭർത്താക്കന്മാരെ അവരുടെ മദ്യപാനമോ മറ്റു വഴക്കുണ്ടാക്കുന്ന സ്വഭാവമോ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില ഭാര്യമാർ സങ്കടപ്പെടുന്നുണ്ട്. ചില മക്കളെ ഓർത്ത് മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ട്. ആര് പറഞ്ഞാലും അനുസരിക്കില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, വയലൻ്റ് ആകും. അവർ പല കുറുമ്പുകളും കാണിക്കും, പല കുസൃതികളും കാണിക്കും. വീടിനും നാടിനും ശല്യവും ഭാരവുമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്കറിയാം, ഇവിടെ അടുത്ത് ഒരു 40-40 വയസ്സായ ഒരു ചെറുക്കൻ, അവൻ മദ്യപാനിയാണ്. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ അവനെ നിയന്ത്രിക്കുക എന്നുള്ളത് ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. അവൻ അമ്മയെ അടിക്കും, അപ്പനെ അടിക്കും. അങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ വളരെ ഭീതികരമായ, പേടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ ദേശത്തും നമ്മുടെയൊക്കെ ഇടവകകളിലൊക്കെ ഇതുപോലെ ഈ ഭീതി പരത്തുന്ന ഭയാനക സ്വഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവരുടെ ബന്ധുക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആ കഥയിലെ ആ പിശാച് ബാധിതർ, ശവക്കല്ലറകളുടെ ഇടയിൽ കഴിഞ്ഞിരുന്നവർ, ചങ്ങല കൊണ്ടുപോലും കെട്ടിയിട്ടും അതെല്ലാം തകർത്ത് ആളുകൾക്ക് നിത്യം ശല്യമായി മാറിക്കൊണ്ടിരുന്ന ആ ആളുകൾ, ആ പിശാച് ബാധിതർ, അവരെ ഒതുക്കാൻ, അവരെ നിയന്ത്രിക്കാൻ യേശു വന്നു. യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? അതേ യേശു ഇന്ന് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാമോ? സ്നേഹമുള്ളവരെ, ഒരു 8-10 വർഷങ്ങൾക്ക് മുൻപ് കല്ലൂർ എന്ന് പറയുന്ന ഒരു ദേശത്തു നിന്ന് ഒരു മനുഷ്യനെ ആരൊക്കെയോ കൂടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നു. അല്പസമയം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ടുവന്നവർ പറഞ്ഞിരുന്നത്, ഈ ടിനോ എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര്. 10-30 വയസ്സിന് മുകളിൽ പ്രായം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചെറിയ തോതിൽ മയക്കുമരുന്നും മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയോ ഈ അടിപിടി കേസുകളൊക്കെ പ്രതിയാണ്. ചെറിയ ഒരു ഗുണ്ടായായിട്ട് ആളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആരൊക്കെയോ കൂടെ ഈ മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. സ്നേഹമുള്ളവരെ, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു.
സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ടിനോ എന്ന് പറയുന്ന സഹോദരന് ഒരു കാര്യം മനസ്സിലായി. അവൻ്റെ മുഖത്തൊരു വെളിച്ചമുണ്ടായി. അവൻ പറഞ്ഞു, ഇനി ഞാൻ ആ പഴയ ജീവിതത്തിലേക്ക് പോകില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 30-32 വർഷക്കാലം ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ളവരും മാതാപിതാക്കളും നാട്ടുകാരും ആരും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യം എങ്ങനെയാണ് ഒരു 10-15 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്ക് മാറ്റം ഉണ്ടാകുന്നത്? ഇത് കഴിഞ്ഞ് ഇദ്ദേഹം പോയി. പിന്നീട് 4-5 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സഹോദരൻ, ഈ ടിനോ എന്ന് പറയുന്ന ആൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് ഒരു ചെറുക്കനുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വിഷ്ണു എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനിപ്പോൾ ആശുപത്രിയിലാണ്. അവൻ്റെ തലയ്ക്കകത്ത് എന്തോ ട്യൂമറോ മറ്റെന്തോ ഒരു അസുഖമുണ്ട്. അപ്പോൾ പാവപ്പെട്ട വീടാണ് ബ്രദറെ, ഒന്ന് സഹായിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം. അവരുടെ അച്ഛനും അമ്മയും ഒരുപാട് നിലവിളിച്ച് കരയുന്നുണ്ട്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ടിനോ എന്ന മനുഷ്യനോട് പറഞ്ഞു, ടിനോ, താങ്കളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഉടനടി സ്വന്തം വീട്ടിലേക്ക് പോകുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു അധ്യായം വായിക്കുക. ദൈവത്തിൻ്റെ വചനം വായിച്ച് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന വചനവും മനഃപ്പാഠമാക്കിയിട്ട് ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ വിഷ്ണു എന്ന കൊച്ചിനെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന് അരുളി ചെയ്ത യേശുനാഥ, അങ്ങയുടെ വചനത്തിൻ്റെ യോഗ്യതയാൽ ഈ വിഷ്ണുവിൽ നിന്ന് രോഗങ്ങളും രോഗത്തിൻ്റെ അണുക്കളും രോഗത്തിൻ്റെ കാരണങ്ങളും രോഗത്തിൻ്റെ പീഡകളും വിട്ടുമാറിപ്പോകട്ടെ. ഇങ്ങനെ 3 തവണ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പോരാനും പറഞ്ഞു. അന്നേ ദിവസം തന്നെ ഒരു 3:30-4 മണി കഴിഞ്ഞപ്പോൾ ഉച്ചതിരിഞ്ഞ് 3:30-4 മണിയായപ്പോഴത്തേക്കും ഈ ടിനോ എന്നെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, രാവിലെയാണ് ഞാനിത് ചെയ്തത്. ഒരു 10-11 മണിക്കൊക്കെ പോയിട്ട് ബ്രദർ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ പോയി സുവിശേഷം വായിച്ചു, ഈ വചനം പറഞ്ഞ് ആ കൊച്ചിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഈ കൊച്ചിനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഡോക്ടർ വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു പ്രസരിപ്പും ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടെ നമുക്ക് സ്കാനിങ് ചെയ്യാം പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞു. ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും, ആ പരിശോധനാ ഫലം കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറയാണ്, നിങ്ങൾ ഇതിനിടയിൽ വേറെ ഏത് ഡോക്ടറെയാണ് കാണിച്ചതെന്ന്. എന്താ ഡോക്ടറെ ചോദിച്ചപ്പോൾ അവർ പറയാ, ഈ കൊച്ചിൻ്റെ അകത്ത് അങ്ങനൊരു അസുഖം ഉള്ളതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്ന്. പരിപൂർണമായിട്ട് ആ കൊച്ചു സുഖമാക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഈ ടിനോ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ദൈവത്തിൻ്റെ വചനം അത് കേൾക്കും മുൻപേ അവൻ ഒരു ഗുണ്ടയായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം 4-5 മാസങ്ങൾക്ക് മുൻപ് കേട്ടു. ആ വചനം അവനിൽ മാറ്റമുണ്ടാക്കി. അവനോ മാരകമായ ഒരു രോഗത്തിൽ നിന്ന് ഒരു കൊച്ചിനെ വിടുതൽ കൊടുക്കാൻ മാത്രം, ഒരു സൗഖ്യം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കാൻ മാത്രമുള്ള അഭിഷേകം കൊണ്ട് അവൻ നിറയുകയാണ്. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, ആരെയും കൂസാത്ത ടിനോ എങ്ങനെയാണ് രോഗശാന്തി ശുശ്രൂഷകരായുള്ള അഭിഷേകം നേടിയത്? ദൈവത്തിൻ്റെ സ്നേഹമുള്ള മക്കളെ, ഇതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കും. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ഈ വചനം നമ്മുടെ ഇടയിൽ മാംസമായി ധരിച്ചു ജീവിച്ചു. വചനമാണ് മാംസമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവം, അഥവാ നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപമാണ് ദൈവത്തിൻ്റെ വചനം. മറ്റാരെക്കൊണ്ടും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ആ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത് യേശുവായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയെങ്കിൽ യേശു തന്നെയായ യേശുവിൻ്റെ വചനം ഇത്തരത്തിലുള്ള ആളുകളെ സുഖപ്പെടുത്തുമെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് സത്യം. സ്നേഹമുള്ളവരെ, എൻ്റെ കുടുംബത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ വീട്ടിലും ദേശത്തൊക്കെ ഇതുപോലുള്ള ആളുകളുണ്ടായേക്കാം. ആര് പറഞ്ഞാലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത, ആരെയും കൂസാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സന്തോഷ വാർത്തയാണിത്. നിൻ്റെ ജീവിതത്തിൽ യേശു വന്നാൽ, യേശു പ്രവർത്തിച്ചാൽ നിനക്ക് മാറ്റം സംഭവിക്കും. ഒരു ഗുണ്ടയായി മാറേണ്ടിയിരുന്ന ടിനോ ദൈവത്തിൻ്റെ ശക്തനായ അഭിഷേകം നിറഞ്ഞ ഒരു ശുശ്രൂഷകനായിട്ട് മാറിയ കഥയല്ല, സംഭവമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പങ്കുവച്ചത്. ഇതെനിക്കും നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ.
നമ്മുടെ ഭവനങ്ങളിൽ ഇതുപോലെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ വചനം ഒന്നെത്തിക്കാൻ ശ്രമിക്കൂ. അതെങ്ങനെയാണെന്നല്ലേ, ഒരുപക്ഷെ ആരെയും വിശ്വസിക്കാത്ത, ആരെയും അനുസരിക്കാത്ത ഒരു മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം ഞാൻ എങ്ങനെ പറയും? പറഞ്ഞിട്ട് അവർ സ്വീകരിച്ചില്ലെങ്കിലോ? സ്നേഹമുള്ളവരെ, നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഓപ്പോസിറ്റ് വയലൻ്റായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ഒന്ന് ഏറ്റു പറയാമോ? ദൈവത്തിൻ്റെ വചനം ഏറ്റു പറയുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ശാന്തത കൈവരാൻ തുടങ്ങും. ഇത് സത്യമാണ്. നമുക്ക് ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നവരെ നോക്കി നമ്മളും തിരിച്ച് ദേഷ്യപ്പെടുന്നതും അസഭ്യം പറയുന്നതും. നമ്മൾ അവരോട് കയർക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഭയാനക രൂപം അത് വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കും. എന്നാൽ അവരോട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനത്തെ അവരിലേക്ക് അയക്കുമ്പോൾ അവരിൽ തിന്മ പോകുകയും നന്മ വളരുകയും ചെയ്യും. ദൈവം സമൃദ്ധമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള ആരാലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തെ യേശുക്രിസ്തു മാറ്റിമറിക്കട്ടെ. നമുക്ക് തയ്യാറെടുക്കാം. നമുക്കും സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെടാം. ആരോടാണോ നമുക്ക് ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ സാധിക്കുക, അവരൊക്കെ ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ബൈബിൾ നമുക്കൊന്ന് വായിച്ച് ഒരു പരിശീലനം നേടേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിലാണ് ദൈവത്തിൻ്റെ വചനം അടങ്ങിയിരിക്കുക. സർവശക്തനും ഏകരക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ കോർത്തിണക്കിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ആ ബൈബിൾ വായിക്കാം. ബൈബിളിലെ വചനങ്ങൾ ആളുകളുടെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാം. പ്രാർത്ഥനയോടെ ആ വചനം വായിക്കാം. എന്തു തന്നെ ആയിരുന്നാലും വചനം വായിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. യേശുവിൻ്റെ സാന്നിധ്യം ആ വ്യക്തികളിൽ തിന്മയുടെ ദുരാത്മാവിനെ പരാജയപ്പെടുത്തും. ആ വ്യക്തികൾക്ക് മാറ്റമുണ്ടാകും. അവർക്ക് സുബോധം ലഭിക്കും. അവരുടെ ഭയാനകമായ ജീവിത സ്വഭാവത്തിൽ നിന്ന് അവർക്ക് മാറ്റം വരും. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.